ഹായ് എവ്രി വൺ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ത്രീക്ക് പ്രഗ്നൻ്റ് ആവാൻ അല്ലെങ്കിൽ ഗർഭിണിയാവാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഫെർട്ടൈൽ പീരീഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതേത് ദിവസങ്ങളാണെന്ന് മനസ്സിലാക്കാനാണ് നോക്കുന്നത്. ഓക്കെ, സോ ഇത് ഇത് മനസ്സിലാക്കുന്നത് രണ്ട് ഗ്രൂപ്പ് ആളുകൾക്കാണ് ഏറ്റവും ഉപകാരപ്രദം. സോ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടും കൂടിയാണത്. അപ്പം അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൾക്കാർ, ഒന്ന് പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർക്ക് ഈ ദിവസങ്ങൾ മിസ്സാവാതിരിക്കൽ നിർബന്ധമാണ്. ആ ദിവസങ്ങളിൽ കോണ്ടാക്റ്റിൽ ലൈംഗികമായി ബന്ധപ്പെട്ടാൽ പ്രഗ്നൻ്റ് ആവത്തുള്ളൂ. സോ ആ ദിവസങ്ങൾ മിസ്സാവാതിരിക്കാൻ. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ഇപ്പോൾ ആവണ്ട എന്ന് തീരുമാനമുള്ള ആളുകൾക്ക് ഈ ദിവസങ്ങളിൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഈ രണ്ട് ഗ്രൂപ്പ് ആളുകൾക്കും ഇത് യൂസ്ഫുള്ളാണ്. സോ ഇവിടെ നമ്മൾ ഒരു 6 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെയിൻലി 6 കാര്യങ്ങൾ. ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം പീരിയഡ്സിനെ കുറിച്ചൊരു ഫെർട്ടിലൈസേഷനെ കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? സോ ഹിയർ അതായത് നമ്മുടെ ഓരോ സ്ത്രീയും ഓരോ പെൺകുഞ്ഞും ജനിക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരു കൃത്യ നമ്പർ ഓഫ് എഗ്ഗ് അണ്ടങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് അണ്ടാശയത്തിൽ നിന്ന് ഓരോ മാസം ഒരെണ്ണം പുറത്ത് വന്ന് ഫെലോപ്പിയൻ ട്യൂബിൽ വരും. ഈ സമയത്ത് യൂട്രസിൽ സ്പേം ഉണ്ടെങ്കിൽ അതും ഈ ഫെലോപ്പിയൻ ട്യൂബിൽ വന്നിട്ട് അവിടെ നിന്ന് എഗ്ഗുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെയാണ് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആവുന്നത്. സോ ഈ എഗ്ഗും സ്പേമും കറക്റ്റ് ടൈമിൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതെപ്പോൾ വേണമെങ്കിലും മീറ്റ് ചെയ്യാമല്ലോ, അങ്ങനെയല്ല. ബിക്കോസ് ഒരു എഗ്ഗിന് 24 മുതൽ 48 മണിക്കൂർ, അതായത് 2 ദിവസമാണ് ഒരു എഗ്ഗിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അതേസമയം സ്പേമിൻ്റെത് 5 ദിവസമാണ് ഒരു സ്പേമിന് അവിടെ, ഒരു ബീജത്തിന് അവിടെ ആയുസുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം. ഇനി ഇവരെ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള എഗ്ഗ് വരുന്ന സമയത്ത് തന്നെ സ്പേം അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പം അങ്ങനെ സംഭവിക്കാൻ എന്ത് ചെയ്യണം, ഏത് ദിവസമാണ് ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, ഇനി ഇതിൽ ഡേ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഒരു കലണ്ടറിലെ ഡേറ്റ്, അതായത് ഒരു മന്തിലെ ഫസ്റ്റ് ഡേ അല്ല ഇത്. നമ്മൾ കലണ്ടർ ഡേയ്സ് അല്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡേയ്സാണ്. അപ്പോൾ ഈ ഡേ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പീരിയഡ്, നിങ്ങൾക്ക് ഫസ്റ്റ് പീരിയഡ് ആവുന്ന ഡേറ്റാണ്. ഇനി മിക്ക ആളുകൾക്കും ഉണ്ടാവുക 28 ഡേയ്സിൻ്റെ ഒരു സൈക്കിളായിരിക്കും, അതായത് 28 ദിവസം കൂടുമ്പോഴായിരിക്കും പീരിയഡ്സ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിളിൽ 14ാമത്തെ ദിവസം, ഇത് ആക്ച്വലി എല്ലാവർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് പീരിയഡ് ഡേ തൊട്ട് 14ാമത്തെ ദിവസം എന്നല്ല ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു പീരിയഡ്സ് ആയിട്ട് അടുത്ത പീരിയഡ്സിൻ്റെ പുറകോട്ട്, അതായത് അടുത്ത പീരിയഡ്സ് ആവുന്നതിന് 14 ദിവസം മുമ്പ്. ഓക്കെ, 28ാമത്തെ ദിവസത്തിൻ്റെ പുറകോട്ട് ഇങ്ങനെ നോക്കിയാൽ 14ാമത്തെ ദിവസമാണ് ഈ ഓവുലേഷൻ, ഈ അണ്ടം ഇവിടുന്ന് റിലീസായി ഫെലോപ്പിയൻ ട്യൂബിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ദിവസം. ആ ദിവസങ്ങളിൽ സ്പേം അവിടുത്തെ ആ ദിവസങ്ങളിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിക്കേണ്ടത്. അതാണ് ഫെർട്ടൈൽ പീരീഡ്. ഇനി ഈ അവിടെ സ്പേം ഓൾറെഡി ഉണ്ടായിരിക്കാനും അങ്ങനെ ഉണ്ടായിരുന്നാലും ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പോൾ ഈ ഫെർട്ടൈൽ പീരീഡ് ഇത്ര മനസ്സിലാക്കിയാൽ മതി.
28 ദിവസം സൈക്കിളുള്ള ഒരാളുടെ ഇങ്ങനെ 14ാമത്തെ ദിവസമായിരിക്കും. അപ്പോൾ ഈ ഫെർട്ടൈൽ ഡേൻ്റെ 3 ദിവസം ഇങ്ങോട്ടും 3 ദിവസം ഇങ്ങോട്ടും ഫെർട്ടൈൽ പീരീഡാണ്. അതായത് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 11ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെ നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡാണ്. ഓക്കെ, സോ ഇതാണ് 28 ഡേയ്സ് ഉള്ള. ഇനി എല്ലാവർക്കും ഇത് 14ാമത്തെ ദിവസമാണോ? അല്ല. ഇനി 32 ഡേയ്സിൻ്റെ ഒരു സൈക്കിളായിരിക്കും ചിലവർക്ക്. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ 32ാമത്തെ ദിവസം തൊട്ട് 14 ദിവസം പുറകിലോട്ട് പോയാൽ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 32 - 14, 32 നിന്ന് 14 മൈനസ് 18ാമത്തെ ദിവസം ആണ് ഓവുലേഷൻ ഡേ. അപ്പം ഇതിന് 3 ദിവസം ഇങ്ങോട്ടും 3 ദിവസം ഇങ്ങോട്ടും 15ാമത്തെ ദിവസം തൊട്ട് 21ാമത്തെ ദിവസം വരെ ഉള്ള ദിവസമാണ് നിങ്ങളുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ദിവസങ്ങളിൽ ബന്ധപ്പെടുക എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു 30 ഡേ സൈക്കിളാണെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ഒരു 31 ഡേ ആണ്, ഏതായിരുന്നാലും -14 അത് എത്രാമത്തെ ദിവസമാണോ അത് മനസ്സിലാക്കുക. ഇത് ഇപ്പോൾ ഒരു മന്തിലെ 18ാമത്തെ ദിവസമല്ല, നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ മെൻസ്ട്രൽ സൈക്കിളിലെ 18ാമത്തെ ദിവസം എന്ന് പറയുന്നത് ചിലപ്പം ഒരു മാസത്തിൽ 20ാമത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഫെർട്ടൈൽ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റത്തെ മെത്തേഡാണ് പറഞ്ഞത്. ഇനി ഒരു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അതെന്താ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് കാൽക്കുലേറ്റ്? നമ്മളിപ്പം എഴുന്നേറ്റിട്ട് എല്ലാ ദിവസവും, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു പീരിയഡ്, ഇപ്പം നമ്മൾ ഈ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ കാൽക്കുലേഷൻ നടത്തിയല്ലോ, അത് കൃത്യമായിട്ടൊരു മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് റെഗുലർ പീരിയഡ്സ് ഉള്ള ആളുകളിലാണ് ഇത് കറക്റ്റായിട്ട് വരിക. മറ്റവരിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് തിങ്, ഈ 6 കാര്യത്തിൽ രണ്ടാമതെന്ന് പറയാൻ ബോഡി ടെമ്പറേച്ചറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവുലേഷൻ ഡേ, ഇപ്പോൾ 18ാമത്തെ ദിവസം 14ാമത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഒരു 0.5 അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0.5 ഡിഗ്രി സെൽഷ്യസോളം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഓവുലേഷൻ ഡേൻ്റെ തൊട്ട് ദിവസം മുതൽ ഇൻക്രീസ് ചെയ്യും. അത് നമ്മുടെ അടുത്ത പീരിയഡ്സ് വരെ അത് അങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും, ആ ഒരു ഇൻക്രീസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എണീറ്റ ഉടനെ ഒരു തെർമോമീറ്റർ നമ്മളടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും എണീറ്റ ഉടനെ ബ്രഷ് പോലും ചെയ്യുന്നതിന് മുമ്പ് ബോഡി ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ഒരു ദിവസം ഈ റൈസ് കാണും, അതാണ് നെക്സ്റ്റ് ഡേ ഓവുലേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കും. ഇനി വേറൊന്നുള്ളത് ഡിസ്ചാർജാണ്. ഇത് നല്ലൊരു മെത്തേഡാണ്, ഒരു എഫേർട്ടും ഇല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പീരിയഡ്സിൻ്റെ ശേഷം ഉള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് വളരെ തിക്കായിരിക്കും, റൈറ്റ്? ഭയങ്കര തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. അതേസമയം ഓവുലേഷന് അടുക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഇത് വളരെ തിന്നായിട്ട് മാറും, അതായത് വളരെ നേർത്തതായിട്ട് എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള പോലെ തിന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും. അത്രയും അപ്പം ഓവുലേഷൻ ഡേ അടുത്തു എന്നുള്ളതാണ്, ഓവുലേഷൻ ഡേ ആയി എന്നുള്ളതാണ് അതിനുള്ള സൂചന. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ 3ാമത്തെ കാര്യം. ഇനി 4ാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ okay, so second thing is discharge, and third one ബ്രസ്റ്റ്. അതായത് നിങ്ങളുടെ ബ്രസ്റ്റിന് ഭയങ്കര ടെൻഡർനെസ്, ചിലപ്പം പെയിന് അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യും ബ്രസ്റ്റ്. അത് ഈ ഓവുലേഷൻ ടൈമിലാണ്. നമുക്ക് എപ്പോഴും തോന്നുക ഓക്കെ പീരിയഡ്സിന് മുമ്പ്, ഈ പീരിയഡ്സിൻ്റെ 2 ആഴ്ച മുമ്പാണ് കറക്റ്റ് പറഞ്ഞാൽ ഇത് ഫീൽ ചെയ്ത് തുടങ്ങുക.
അത് പീരിയഡ്സിനോട് അടുക്കുന്നതോട് കൂടിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് ഏകദേശം നമ്മുടെ പീരിയഡ്സിൻ്റെ ഒരു ഓവുലേഷൻ ടൈം അല്ലെങ്കിൽ ആ ഫെർട്ടൈൽ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെവിനെസ്, ഒരു പെയിന്, ചെറിയ പെയിന്, ഇതൊക്കെ തോന്നുക ഓവുലേഷൻ ടൈമിലാണ്. അത് ഹോർമോണൽ വ്യതിയാനങ്ങൾ, ഹോർമോണിലെ വേരിയേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവുലേഷൻ കിറ്റും അല്ലെങ്കിൽ ഓവുലേഷൻ ആപ്പ് എന്നുള്ളതൊക്കെയാണ്. ഇതിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് LH ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ കിറ്റിലും ആപ്പിലൊക്കെ 100% അതിന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഓവുലേഷൻ്റെ ഈ LH ഹോർമോൺ ഉള്ള വേരിയേഷൻ കാരണം നമുക്ക് ആക്യുറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലേതും നമുക്ക് അത്ര ആക്യുറേറ്റായി പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും നല്ലത് എപ്പോഴും ഒരു 2-3 മെത്തേഡുകൾ ഒന്നിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഈ 6 കാര്യങ്ങളും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.